മിനിറ്റുകൾ, കാണികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന 90 മിനിറ്റുകൾ. അപ്പോൾ അവളും ശക്തയാവും, ശക്തമായി പ്രതികരിക്കും. ആ 90 മിനിറ്റുകളെയാണ് നമ്മൾ മറികടക്കേണ്ടത്. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ അതും കണക്കിൽപ്പെടും. വെറും 90 മിനിറ്റ് നേരം, എന്നാൽ 90 മണിക്കൂർ ദൈർഘ്യം തോന്നിപ്പിക്കുന്ന എന്തും സംഭവിച്ചേക്കാവുന്ന ചില നിമിഷങ്ങളെയാണ് നമ്മൾ മറികടക്കേണ്ടത്. ഇപ്പോൾ തീരുമാനിക്കുക. ഒന്നുകിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് എങ്ങോട്ടേലും പോവുക, അല്ലെങ്കിൽ സകല ദൈവങ്ങളെയും ധ്യാനിച്ച് അവളുടെ കമന്ററി കേൾക്കാൻ തയ്യാറാവുക. എന്തായാലും ഞങ്ങൾ തയ്യാറാണ്. ഗുഡ്, നല്ലത്, എല്ലാം നല്ലതിന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടിലൻ ഫുട്ബോൾ റിലേറ്റഡ് സിനിമയാണ്. കിടക്കട്ടെ, വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. പടത്തിന്റെ പേര് ശേഷം മൈക്കിൽ. ഈ കഥ നടക്കുന്നത് ഫുട്ബോൾ പ്രേമികളുടെ നാടായ മലപ്പുറത്താണ്. ഒരു വർക്ക്ഷോപ്പ് ഓണറായ മുനീറിനും ഭാര്യയ്ക്കും ഉണ്ടായ രണ്ടാമത്തെ കുട്ടി, അവളാണ് നമ്മുടെ നായിക. പേര് ഫാത്തിമ. ഫാത്തിമയ്ക്കൊരു പ്രശ്നമുണ്ട്. ഫാത്തിമ വായ തുറന്നു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ ഇത്തിരി പ്രയാസാണ്. നമ്മളെ കരിങ്ങണ്ണ വവ്വാൽ കരണ്ടടിച്ച് ചത്ത് കരണ്ട് അമ്മയിൽ കൂടെ കരണ്ട് ഇങ്ങനെ വരെയുന്നു. കത്തി നിൽക്കുന്ന കട്ട ചോരക്കണ്ണുള്ള ഷെയ്ത്താൻ ഒറ്റ ഊത്തേന്ന് പാത്തുവിന്റെ വീട്ടിക്ക് വരുന്ന കരണ്ട് അവിടെ കിടന്ന് ചത്ത്. കരണ്ട് സുനിക്കാക്കിട്ട് വീട്ടിക്ക് വരാൻ നോക്കിയപ്പോ എന്താണ് വീട് അനത്രയാ വില, എത്ര പത്തിൽ നിരത്തി വെച്ചാൽ ഒരു ഏട്ടയുടെ അത്രയാ മതിയാവുക. അഷഫ്ക വന്നിട്ട് പോയി ആമിൻത. മഴ ഇങ്ങനെ പാറി പറഞ്ഞ് വെയ്യാണ്. മുട്ടുകാലും പൊട്ടിയാലും വിട്ടെടുക്കൽ ആദ്യമൽക്കാന്ന് പറഞ്ഞ് ഫാത്തിമ നൂർജഹാൻ കണ്ണും കണ്ണു. ഫാത്തിമയുടെ ഈ ചെലക്കില് കാരണം നാട്ടുകാര് അവൾക്കൊരു പേരിട്ടു, ചെലമ്പച്ചി പാത്തു. ശരി, ചെറിയ കുട്ടിയല്ലേ, വലുതാവുമ്പോ ഇതൊക്കെ ശരിയാവുമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ചെറുപ്പത്തില് ടിവിയുടെ ഫ്രണ്ടില് ടോം ആൻഡ് ജെറിക്ക് കമന്ററി പറഞ്ഞുകൊണ്ടിരുന്ന പാത്തു വളർന്ന് വലുതായപ്പോ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് കമന്ററി പറയാൻ തുടങ്ങി. രക്ഷപ്പെട്ടു, ജർമ്മൻ രക്ഷപ്പെട്ടു. റോക്കറ്റിന്റെ തോക്കിന്റെ മുന്നിൽ എല്ലാരും വീണോയ മതിയെന്ന് റബ്ബേ. അതിന്റെ ഇടയിൽ കൂടെ കോമഡി പറയണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട ചങ്ങായിമാരെ. എന്നാലും എന്റെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പഴയ ഡ്രസ് പോയല്ലോ. പക്ഷെ കുഴപ്പമില്ല. അറിയാ, സംഭവം കുറച്ച് പഴയ ഡയലോഗാണെന്ന് എനിക്ക് അറിയാ. എന്നാലും ഇതൊക്കെ കാണുമ്പോ പറയാതിരിക്കാൻ പറ്റണില്ല. വാഴ വെച്ചാ പോരായിരുന്നു മുനീർക്ക. എനിക്കും തോന്നി വേണ്ടായിരുന്നു. ഫാത്തിമയ്ക്ക് ഒരു ചേട്ടൻ കേട്ടോ. ഇയാളാണ് ഫാത്തിമയുടെ ചേട്ടൻ. ആ വെള്ള നിക്കറും നീല ടീഷർട്ടും ആകാശത്തിന്റെ ഒരു കീർ പോലെ തോന്നിച്ച്. ഇതാണ് കുഴപ്പം. നദാലയിടയ്ക്ക് പാത്തുന്നെ നോക്കി ചിരിച്ച്. ആ ചിരി കണ്ട് എന്റെ പഠിച്ചോനെ എന്നും പറഞ്ഞ് പാത്തതാ കിടക്കണ താഴെ. മനസമാധാനത്തോടെ ഇരുന്ന ഒരു ഫുട്ബോൾ മാച്ച് കാണാന്ന് വിചാരിച്ച അതിനും പാത്തു സമ്മതിക്കില്ല. ടീമുകളും ഒന്നുകൊന്നെന്ന് പറഞ്ഞ സമനിലയിട്ട് നിൽക്കാണ്. ഈ മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക്. അനിയത്തിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇയാൾ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അനിയത്തിയല്ലല്ലോ, നമുക്കിതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഏത് എങ്ങനുണ്ടടാ? സൂപ്പർ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നാട്ടിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ കമന്ററി പറയാൻ ആളില്ലാത്ത അവസ്ഥ വരികയാണ്. അതായത് അതുവരെ അവിടെ കമന്ററി പറഞ്ഞുകൊണ്ടിരുന്ന ഏതോ ഒരുത്തൻ പെട്ടെന്ന് അങ്ങോട്ട് പൈസ കൂടുതൽ ചോദിച്ചു. സോ ഇവരുടെ അടുത്ത് കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ഇപ്പൊ കമന്ററി പറയാൻ ആരുമില്ല. ഇപ്പൊ പാത്തു വന്ന് കമന്ററി പറയുമായിരിക്കും. ഇതെങ്ങനെ മനസ്സിലായി? എന്നെ കൊണ്ട് പറയിക്കണോ? നമ്മളെ ചെലമ്പുച്ചി ഓള് ടിവിയിൽ കളി കാണുമ്പോൾ നല്ല രസമായിട്ട് അനൗൺസ്മെന്റ് പറയും, കമന്ററി ചെയ്യും. ഇങ്ങനെ ഒന്നും ആലോചിക്കില്ല. പിന്നെ ഒരു പെണ്ണ് അനൗൺസ്മെന്റ് ചെയ്യാൻ പറയുമ്പോ ഒരു വെറൈറ്റി അല്ലേ? അസിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറയാ. അസിയെ ഒന്ന് ചെല്ല്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിനക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോടാ. പണ്ടാരങ്ങളെ ആവശ്യമില്ലാതെ ഒരു പെണ്ണിനെ നാണം കെടുത്തില്ലേ, പരമദ്രോഹി. ഒരു കമന്ററി പറയണം. ഈ ചുള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എഴുത്തുകാരല്ലേ, അയാളും മുഹമ്മദ് റാഫിയൊക്കെയാണ് ഉദ്ഘാടനം. മുഹമ്മദ് റാഫി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പാത്തു അപ്പൊ തന്നെ കമന്ററി പറയാൻ സമ്മതിച്ചു. അപ്പൊ പൈസ ഒന്നും വേണ്ടേ? എന്തൊരു ദുഷ്ടനാടോ താൻ. ഒരു 50 രൂപയെങ്കിലും കൊടുക്കണ്ടേ? ഒരു പൊതിച്ചോറെങ്കിലും മേടിച്ച് തിന്നട്ടെ പാവം. അങ്ങനെ പാത്തു കമന്ററി പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് അതൊന്ന് കണ്ടാലോ? ഞാനൊന്നും കാണത്തില്ല, നീ തന്നെ ഒന്നുകൂടി കണ്ടാ മതി.
അതെ, ഈ കളി കഴിയാറാവുമ്പോഴേക്കും കമന്ററി പറയുമായിരിക്കില്ലേ? ഉറങ്ങിയോ? മമ്പറം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം. ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപുഴക്കാൻ കഴിയില്ലടാ. ഇടതടവില്ലാതിടിച്ചു കയറി ഇടംവലം കാലുകൊണ്ട് കാഞ്ചി വലിച്ച് പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല അതുക്കും മേലെ. നിങ്ങൾ ശ്വാസം ഒന്ന് നീട്ടി വിട്ടോളി. വരിക, ഫുട്ബോൾ തെളിച്ച് ഈ വെളിച്ചത്തിലേക്ക് വരിക. ഓ വേണ്ട, ഞാനില്ല. 3 പ്രതിരോധക്കാരെ വെട്ടിപ്പാഞ്ഞ് മുന്നോട്ട് പോവാൻ നോക്കണ ആഷിക്ക. പന്ത് വായന കണ്ട് ഇരിപ്പുറയ്ക്കാതെ ഗാലറിയിലുണ്ട് റാഫിക്ക. ഇടം വലം ഇഞ്ചുകളുടെ വ്യത്യാസത്തില് പോസ്റ്റിന് പുറത്തേക്ക്. ഇത്രയും പേര് കളിയിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് പാത്തുവിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. ഏതാണവൻ? അവനൊക്കെ ഉണ്ടായി നന്നായി, ഇല്ലെങ്കിൽ കാണായിരുന്നു. നിനക്കൊരു കാശുവല്ലം തന്നാ? നിങ്ങളുടെ ടൂർണമെന്റ് കസറി, പ്രത്യേകിച്ച് ഇവളുടെ കമന്ററി. രാമായണത്തില് എഴുത്തച്ഛന്റെ ഒരു വരിയുണ്ട്, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ. മതി മതി, രാമായണത്തിലുണ്ടല്ലോ, ഞാൻ വായിച്ചോളാം, വീട്ടിലുണ്ട്. കടലിലെ ഒടുങ്ങാത്ത തിരമാലകൾ എന്ന പോലെ വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചെത്തണമെന്ന്. അതുപോലൊരു അനുഗ്രഹം തനിക്കുണ്ടാകട്ടെ. ശരി ചേട്ടാ, അങ്ങനെ പോയാലോ? എന്തെങ്കിലും തന്നിട്ട് ഇത്രയും പറഞ്ഞല്ലേ. അന്നു മുതൽ പാത്തുവിന്റെ ഉള്ളിൽ കമന്ററി പറയുക എന്ന മോഹം കയറിക്കൂടുകയാണ്. അങ്ങനെ ആ നാട്ടിൽ നടക്കുന്ന എല്ലാ ടൂർണമെന്റിലും പാത്തു കമന്ററി പറയാൻ തുടങ്ങുകയാണ്. ടൂർണമെന്റ് കാണാൻ വേറെ പഞ്ചായത്തിൽ നിന്ന് വരെ ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി. എടാ മോനോ, വണ്ടി ഒന്ന് സൈഡാക്ക്. എന്താട്ടാ? അതെ, അവിടെ കമന്ററി പറയണത് ആ പാത്തു ആണ് ഇത്രേ. എല്ലാരും തിന്ന് കുറേശ്ശെ എടുത്ത് 2 ചെവിയിലും വെച്ചോ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ചെവി ഉണ്ടാവില്ല. ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി കുടുങ്ങിക്കുമ്പോ സ്കൂട്ടർ എടുത്ത് വെട്ടി ഒഴിഞ്ഞ് കാറിന്റെയും ബസിന്റെയും ഇടയിൽ കൂടി സിഗ്നൽ ലൈറ്റിന്റെ മുമ്പിക്ക് വരുന്ന മാതിരി സ്കൂട്ടർ മൊയ്തുട്ടി. ഇവളെന്തായി പറയുന്നത്? അവള് പിച്ചും പെയും പറയാ. ജോസഫ് ഒന്നുകൊണ്ട് പൂമ്പാറ്റിനെ പോലെ പാറിപ്പറക്കണ്. പാത്തു എന്തൊരു വെറുപ്പിക്കലാണ്. അതെ, എല്ലാരും ചെവി കേൾക്കാത്ത പോലെ വെറുതെ മിണ്ടാതിരിക്കുന്നതിനാ. നാളെ ടീ ടൈം പെരിന്തൽമണ്ണ ആഹ്ലാദപ്പെടണല്ലേ? 1 മണിക്കൂർ വേണേ ഞാൻ വരാം. കമന്ററി അല്ലല്ലോ, അനൗൺസ്മെന്റ് അല്ലേ. എടീ വരാക്കരുതേ, ഞാൻ അവളോട് പറഞ്ഞു അതാ ഈ വരുന്നു. എടാ, എല്ലാത്തിനും കാരണം നീയൊക്കെയാ. കൈയും കാലത്തല്ല പിടിക്കാം. ഓക്കെ, ബമ്പൻ പടയൊരുക്കി കടന്നു വന്ന് കപ്പടിച്ച ടീ ടൈം പെരിന്തൽമണ്ണ. A few moments later. ഫാത്തിമയല്ലേ, നല്ല അസലായിട്ട് കമന്ററി പറയേ കുട്ടി. അതുകൊണ്ട് ഇപ്പൊ എന്താ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാത്തുവിന്റെ ചേട്ടൻ അവളോട് ഇങ്ങനെ പറയുന്നത്. അരുത് അബു, അരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അങ്ങനെ അത് കേട്ട് പാത്തു നേരെ എറണാകുളത്തേക്ക് വണ്ടി കയറി. അവിടെയുള്ള ഏതോ ഒരു കൂട്ടുകാരിയുടെ റൂമില് അവൾ താമസിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും IFL കമന്ററി പറയണം, അതാണ് പാത്തുവിന്റെ ആഗ്രഹം. അമരീഷ് പുരിയുടെ കൊള്ള സംഘം, ലൈറ്റൊക്കെ മിന്നണ കൊള്ള സംഘം, മുണ്ടാൻ പറ്റാത്ത കൊള്ള സംഘം, വെടിവെച്ച് കളിക്കണ കൊള്ള സംഘം. അങ്ങനെ നമ്മുടെ പാത്തു ഫുട്ബോൾ ഫെഡറേഷന്റെ ആൾക്കാരുടെ പിന്നാലെ കുറെ നടന്നു. പക്ഷെ അവരൊന്നായി ചേർന്ന് പാത്തുവിനോട് പറഞ്ഞു, കടക്ക് പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ പറ്റില്ലെന്ന്, പൊയ്ക്കോ, ഇങ്ങോട്ട് വന്നേക്കരുത് നീ, പൊയ്ക്കോ. സ്റ്റാറിലെ ശിവയാ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ശിവയുടെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനുണ്ട്. പിന്നെ അങ്ങോട്ട് ശിവയെ തേടിയുള്ള യാത്രയാണ്. അപ്പോഴാണ് ലുക്ക് മിസ്റ്റർ അയാള് കഥയിലേക്ക് വരുന്നത്. No, I'm not a big shot or anything of that. I just stay with the team and, you know, a little minor logistics. Hey mister, വെറുതെ പിച്ചുമ്പേം പറയാതെ മാറ്ററിലേക്ക് വാ. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ പേര് കറക്റ്റ് ആണ്, ശിവ. Anyway, I'll talk to him. So ഞാൻ സംസാരിക്കാം. അങ്ങനെ ശിവയോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോയ ഇയാളെ പിന്നെ ഈ സിനിമയിൽ ആരും കണ്ടിട്ടില്ല. ഇയാൾ ഏത് ശിവനെ തേടിപ്പോയത്? അല്ല, ഈ സിനിമയിൽ പിന്നെ ഇയാളെ കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇയാൾ ശിവയെ തേടി തേടി കൈലാസം വരെ പോയിന്നാണ്. പാത്തുവിന്റെ അച്ഛൻ മുനീറിന് ഈ കമന്ററി പരിപാടി ഒന്നും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. മുനീർക്ക പാത്തുവിനോട് ദേഷ്യപ്പെടുകയാണ്. എവിടെ കമന്ററി പറയാന്ന്? IFL അല്ല, എന്ത് കമന്ററി പറയണേ? തോറ്റ് കരഞ്ഞ അരീക്കോട് മൈതാനിയിൽ മലപ്പുറം മോർണിംഗ് സ്റ്റാർ തോൽക്കാൻ ഇറങ്ങിയതായിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? 17-ാം മിനിറ്റിൽ റിംഗോ സ്റ്റാറിൽ നിന്ന് വന്ന സാൻഡി മൊയ്തീൻ എന്ന ഗോളി പോസ്റ്റിൽ നിന്ന് നീട്ടിയടിച്ച പന്ത് മെലിഞ്ഞ കാലുള്ള സെന്റർ ഫോർവേഡിൽ കിട്ടിയതോടെ മോർണിംഗ് സ്റ്റാറിന്റെ ചരിത്രം തുടങ്ങി. നോക്കുമ്പോ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ്. പാത്തുവിന്റെ അച്ഛൻ മുനീർ പണ്ടത്തെ ഒരു കിടിലൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. 3 പ്രതിരോധക്കാരെ വെട്ടി ഒഴിഞ്ഞ് 50 വാരകൾക്കിപ്പുറം നിന്ന് ആ സെന്റർ ഫോർവേഡ് തൊടുത്ത ഗോളിന് ഇപ്പോഴും പേരുണ്ട്, മെലിഞ്ഞ ടോർണാഡോ. മുനീറേ
പാത്തുവിന്റെ അച്ഛൻ പാത്തുവിനെ എതിർത്തെങ്കിലും പാത്തു തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇത് പ്രശാന്ത്, സ്പോർട്സ് റിപ്പോർട്ടറാണ്. ഇത് അലക്സ് കുര്യൻ. ശിവയുടെ ഇൻസ്റ്റ ഐഡി തന്നത് പ്രശാന്താണ്. ഈ ശിവ എന്ന് പറഞ്ഞ ആള് അതാരാണെങ്കിലും അയാൾ IFL ഡെപ്യൂട്ടി ബ്രോഡ്ബാൻഡ് ഡയറക്ടറാണ് ഇത്ര. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ആരെങ്കിലും തന്നിട്ട് വേണോ? അത് ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടില്ലേ? ശിവയുടെ ഇൻസ്റ്റ ഐഡി തന്നത് പ്രശാന്താണ്. എന്തായാലും അയാൾ ഒഫീഷ്യൽ ID അശ്വതി അച്ചു എന്നുള്ള പേരിലൊന്നും തുടങ്ങില്ലല്ലോ. അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പാത്തു ടോം ആൻഡ് ജെറിയുടെ കമന്ററി പറയാൻ തുടങ്ങുകയാണ്. നമ്മുടെ ടോം പൂച്ച ഒരു കറുപ്പും വെളുപ്പും നിറമുള്ള ഫുട്ബോൾ ഡ്രിബിൾ ചെയ്ത് ജഗിൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിക്കാണ്. ടോം പൂച്ച അടിച്ചു വിട്ട പന്തിൽ പറ്റി പേസ്റ്റായി വേസ്റ്റ് പെറുക്കണ ജെറിയെ. എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റില്ല, ഞാൻ പോണേണ്. ജെറിനെ പാഞ്ഞു തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ. കയ്യിൽ അലക്കിയ തുണിമാരി തൂക്കിയെടുത്ത് ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ വെച്ച് ടോമിന്റെ മെയ് വഴക്കവും കാൽ തഴക്കവും വന്ന ഫുട്ബോൾ കളിക്കാൻ ഞങ്ങളും മനുഷ്യരല്ലേ. നോക്കുമ്പോ അതാ ഒരു കുട്ടി പാത്തുവിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഏയ് തല്ലാനൊന്നുമല്ല, പേടിക്കണ്ട. എനിക്കാണോ? താങ്ക് യു. സംഭവം കളിക്കും. ഇതെന്താ, ഡയറി മിൽക്കിന്റെ ബില്ലാണോ? അത് ശിവയുടെ വിസിറ്റിംഗ് കാർഡായിരുന്നു. സോ പാത്തുവിനെ ശിവ IFLന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഒഫീഷ്യൽ കാര്യത്തിന്, അതും IFLന്റെ മീറ്റിംഗിന് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഡയറി മിൽക്കില് വിസിറ്റിംഗ് കാർഡ് ക്ലിപ്പ് ചെയ്തിട്ട്. നന്നായിട്ടുണ്ട്. ഈ ചെറിയ കുട്ടിയുടെ കയ്യിലാണോ ഇതൊക്കെ കൊടുത്തുവിടുന്നത്? അതാ മുട്ടായും കൊണ്ട് ഓടിയാലോ, അപ്പൊ പടം അവിടെ വെച്ച് കഴിയൂ. എന്തേലും കാണിക്ക്. അങ്ങനെ മീറ്റിംഗിന് മുന്നേ മുനീർക്കയും ടീമും എറണാകുളത്ത് എത്തി പാത്തുവിന്റെ ചെറിയിട്ടൊന്ന് കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ പോണ വഴിയിൽ ഇയാളുണ്ട് ഏതോ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ബിരിയാണി കുത്തിക്കയറ്റുന്നു. അപ്പൊ എന്റെ സംശയം എന്താന്ന് വെച്ചാ ഇയാൾ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ വരും, പക്ഷെ ഇപ്പൊ നീ സമയത്ത് എത്താൻ പറ്റുമോ എനിക്ക് അറിയില്ല. എന്നാ നീ വേഗം വാ. ഈ ഗ്ലാസ് കിട്ടും, ഇത് ഞാൻ എടുക്കുക. മണി ഒന്നായില്ലേ, ഓൾ എങ്ങനെ എത്തും? ബിരിയാണി തിന്നപ്പോ പെട്ടെന്ന് ഇയാളുടെ മനസ്സങ്ങോട്ട് മാറിയോ? കുറച്ചു നേരത്തെ ഇയാൾ കാട്ടിക്കൂട്ടിയതൊക്കെ ഈ ഒരു പ്ലേറ്റ് ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ടാണോ? വിശന്നാൽ മുനീർ അല്ലാതാവും. ഹംഗ്രി, എടുക്ക് മുനീറെ ഒരു പ്ലേറ്റ് ബിരിയാണി. ഇപ്പോ എങ്ങനെയുണ്ട്? ഓൾ എങ്ങനെ എത്തും? അങ്ങനെ പാത്തു IFLന്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. നോക്കുമ്പോ അതാ നിൽക്കുന്നു നമ്മൾ ഇത്ര നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന ശിവ. ഹായ് ഫാത്തിമ. ഹായ് സർ. ഐ ആം ശിവ നാരായണൻ. നാ ഇത് ചൊല്ലിയാകണം, നീ അവളോ അഴക്. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫാത്തിമ. ഈ മാച്ച് ആദ്യമായി കാണുന്ന പോലെ ഉണ്ടാവണം എന്റെ കമന്ററി. പാത്തു തന്റെ കമന്ററി വീണ്ടും പറയുകയാണ്. വേണ്ട, വയ്യ. ഞങ്ങളും മനുഷ്യരല്ലേ. തീ തുപ്പുന്ന ഫ്രീ കിക്ക് കൊണ്ട് ഗോൾ വലകൾ തുളയ്ക്കുന്ന കൊടുങ്കാറ്റാണ് അയാൾ. ഏറെ കണക്കൂട്ടിയ ഒരു എക്സ്പെരിമെന്റിനായി ടെസ്റ്റ് ട്യൂബ് വെക്കും പോലെ, ഒരു അൾത്താരയിൽ മെഴുകുതിരി കത്തിക്കും പോലെ, ഉണ്ടികയിൽ ചില്ലറ ഇടുന്ന പോലെ, തിളച്ചു മറിയുന്ന എണ്ണയിൽ ഉണക്കമാന്തൽ ഇടുന്ന പോലെ. ആ ബോൾ വെച്ച് ഫ്രീ കിക്ക് എടുക്കാൻ പിന്നിലേക്ക് മാറാണ്, ഏറെ പിന്നിലേക്ക്, ഇനിയും പിന്നിലേക്ക്. ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് ഇടിച്ചുകുത്തി ഇതുപോലൊരു മഴവിൽ കിക്ക് വന്ന് വീഴുമ്പോൾ ഒരു ഗോളി എന്ത് ചെയ്യാൻ? വേണ്ടായിരുന്നു, ഡയറി മിൽക്കിന്റെ കാശ് പോയത് മിച്ചം. റോബർട്ടോ കാർലോസ്, എന്തൊരു ഗോളാണിത്, എന്തൊരു ഗോളാണത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയണത്? ആരെങ്കിലും ചത്ത? എന്തൊരു ഗോളാണിത്. That was awesome. What do you think? Yes. 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 Thank you. But do you think we can risk this? I'm sorry, Fatima. അങ്ങനെ പാത്തുവിനെ ശിവ സെലക്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ശിവ അവളെ സെലക്ട് ചെയ്തു. ആ ബോൾ അങ്ങോട്ട് കറങ്ങി കറങ്ങി പോകുമ്പോ അതിന്റെ ഒരു സൈഡ് ലെയർ അത് കറങ്ങുന്നതിനനുസരിച്ച് എതിരെ വരും. That creates a hype. ഫാത്തിമ, നിന്റെ ശബ്ദം ഈ ലോകം കേൾക്കട്ടെ. അങ്ങനെ IFL കമന്ററി പറയാൻ ഫാത്തിമയെ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അടയാളപ്പെടുത്തുന്നു, കാലം. ഇത് ചരിത്രമാണ്. This is history. അല്ല, this is her story. പ്ലേ സ്റ്റോറോ? Her story. ഓ, ഹെർ സ്റ്റോറി. ശേഷം മൈക്കിൾ ഫാത്തിമ. അങ്ങനെ കമന്ററി പറയാൻ ഫാത്തിമ മൈക്ക് കയ്യിലെടുത്തു. പക്ഷേ അപ്പോഴേക്കും ഈ പടം കഴിഞ്ഞു. ദൈവമുണ്ട്. സ്ത്രീകൾ കമന്ററി പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഓൾറെഡി ക്രിക്കറ്റിലൊക്കെ കമന്ററി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പാത്തുവിന്റെ കമന്ററി അത് കേൾക്കുമ്പോ എന്നെ ഇനി ആരും അന്വേഷിക്കരുതെന്ന് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണോന്ന് തോന്നുന്നു. IFL ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് ശിവ ഓഫീസിൽ വരുന്നുണ്ട്. എനിവേ, I'll talk to him. ലുക്ക് മിസ്റ്റർ, ശിവനും രാമനൊക്കെ വന്നു, പടം കഴിഞ്ഞു അത്രേ. ശരി എന്നാ.